നമ്മളിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഗ്രീസ് അടിക്കണം. ഇന്നലെ വാട്ടർ സർവീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നിനിപ്പോൾ ഗ്രീസ് അടിക്കണം. വണ്ടിയുടെ ഇൻഷുറൻസ് എൻ്റെ പേരിലോട്ട് മാറ്റണം. കാരണം നേരത്തെ കിടന്ന RCയും നമ്മുടെ പെർമിറ്റും എല്ലാം മാറിയിട്ടുണ്ട്. ഓൾറെഡി വണ്ടി എൻ്റെ പേരിലും മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് നമ്മുടെ പേരിലോട്ട് മാറ്റണം. അപ്പോൾ നാളെയാണ് നമ്മുടെ വണ്ടിയുടെ ഓട്ടം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഡീസലും ഫുൾ ടാങ്ക് ആക്കി നമ്മൾ ഗ്രീസ് അടിക്കണം. അപ്പോൾ ഗ്രീസ് അടിക്കാൻ വേണ്ടിയിട്ട് പത്തനംതിട്ട വന്നേക്കുവാണ്. മൊത്തം ചള്ളയാണ് മഴ പെയ്തിട്ട്. ഗ്രീസ് അടിക്കുന്ന പുള്ളിക്കാരനാണ് അതിനടിയിൽ നിന്ന് ഇഴഞ്ഞു വരുന്നത്. നമ്മൾ പുള്ളിയെ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും ചിലപ്പോൾ മുഖം കാണിക്കുന്നതിനോട് വലിയ താല്പര്യം കാണത്തില്ല. പിന്നെ ഓട്ടോ കാരൻ എന്തെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഈ വീഡിയോയ്ക്കടി ഞാൻ കൊടുത്തേക്കാം. അല്ല ഇൻസ്റ്റക്കാരി എടുത്താലും മതി. നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ മറക്കരുത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഈ നമ്പർ പ്ലേറ്റ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ ഇപ്പം തന്നെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സെറ്റ് വർക്ക് മാത്രം കഴിയുമ്പോഴത്തേക്ക് ഒരു 3,500 രൂപയായി. പൊട്ടിച്ച് പണിതിട്ട് എനിക്ക് 3.5 ലക്ഷം രൂപ മുടക്കായിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയിൽ. പിന്നെ ലൈറ്റ് എല്ലാം കൂടെ ഒരു 60,000 രൂപയുടെ ആയി. ഇന്നലെ ഒരു ബാർ ലൈറ്റ് കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് വാങ്ങിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ക്യാബിൻ ഇന്ന് നമ്മൾ ബ്ലാക്ക് ആക്കും. എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മളത് ബ്ലാക്ക് ആക്കും ഇന്ന്. പാരഡൈസ് എന്ന് അടിച്ച സീറ്റ് കവറോടെ ഇടും. പിന്നെ ഒന്നുകൂടെ ഒന്ന് തൂത്തുവാരിയാണ്. നാളെയാണ് നമുക്ക് ഓട്ടം ഉള്ളത്. പിന്നെ വേറെ ഒന്നും ഇപ്പോഴെങ്ങും ഓട്ടം ഇല്ല. പിന്നെ ഈ വണ്ടിക്കാവ് ഇൻറ്റീരിയൽ ക്ലീൻ ചെയ്യാനായിട്ട് ആൾ ഇന്ന് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്ക് വൃത്തിയായി ഉണങ്ങി കിടക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. നിലവിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഈ വണ്ടിക്കകത്ത് ചെയ്യാനായിട്ടില്ല. നമ്മളെ പിന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡെയിലി വീഡിയോ ഇടണമെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത്. ആണെങ്കിൽ നമ്മൾ ഇന്നലെ ദാണ്ട് ഇവിടെ ഒരു ലൈറ്റ് കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്മോക്കർ ഇട്ടാലേ ഈ വെട്ടം ഇട്ടിട്ട് കാര്യമുള്ളൂ, അല്ല നിങ്ങളെ കാണിക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ നാളെ ഫസ്റ്റ് ഓട്ടോ എടുക്കാനായിട്ടുള്ള രീതിയിൽ വണ്ടിയിൽ മാറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു. നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മൾ ഡാഷ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ പെയിൻറ്റ് ചെയ്തതാണ്, നമ്മൾ പുറത്തു കൊടുത്ത് ചെയ്തതല്ല. പിന്നെ അകമെല്ലാം നീറ്റാക്കി വൃത്തിയാക്കി ക്യാബിനും കാര്യങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കി മാറ്റി ഫുള്ള് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ ചെറിയ പീസും വലിയ പീസും എല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് അളവാക്കി നമ്മൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. വണ്ടിക്ക് സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഇട്ടു. പിന്നെ നാളെ രാവിലെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 4 മണിയാകുമ്പോൾ സൈറ്റ് ചെല്ലണം. അവിടുന്ന് രാവിലെയാണ് നാലമ്പലമാണ് നമ്മുടെ ഓട്ടം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പാലയ്ക്കാണ് ഓട്ടം. അപ്പോൾ എത്ര മണിക്ക് എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും നിങ്ങൾ ഫസ്റ്റ് ഓട്ടത്തിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നാളെ എൻ്റെ കട ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ വണ്ടി എടുത്തേ പിന്നെ ഞാൻ എൻ്റെ കടയിൽ ഇരുന്നിട്ടില്ല. ഇപ്പം വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 3 ദിവസമായി. 3 ദിവസം ഞാൻ ഈ വണ്ടിയുടെ പുറകാരൻ ഓടി നടക്കുമായിരുന്നു. വണ്ടിക്കകം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാൻ നല്ല പാടായിരുന്നു. അങ്ങനെ ഞങ്ങളിന്ന് ഒരു രാവിലെ തൊട്ട് ഒരു 6 മണി വരെ നിന്നിട്ടാണ് ഇതിൻ്റെ അകത്തിലെ പൊടിയെല്ലാം വലിച്ച് കളഞ്ഞത്. വാക്വം ക്ലീനർ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തത്. പിന്നെ മാറ്റും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി നാളത്തേക്കുള്ള സെറ്റപ്പിൽ നമ്മളിങ്ങനെല്ലാം വണ്ടി ഒരുക്കി സെറ്റാക്കി ഞാനെല്ലാം ചെക്ക് ചെയ്ത് വെള്ളവും കാര്യങ്ങളും ഓയിലും എല്ലാം ചെക്ക് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ഓട്ടോ അല്ലേ, അപ്പോൾ നമ്മൾ അത്രമേൽ ശ്രദ്ധിക്കണമല്ലോ. പിന്നെ ഡാഷ് ചെറിയ ഒരു പോരായ്മ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പിന്നെ നമുക്ക് പറഞ്ഞില്ലേ ചെറിയ നമുക്ക് ചെയ്യാം. നമ്മൾ ഡാഷ് റെക്സിന് അടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിലവിൽ ഒരു 15,000 രൂപ അടുത്ത് അതിന് ലേബർ വരും, പണിക്കൂലിയും സാധനം എല്ലാം കൂടെ. പിന്നെ ക്യാബിന് ഞാൻ വെട്ടമിട്ട് ഞാൻ ആരെയും കാണിച്ചില്ല. അധികം കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ. ക്യാബിൻ മാത്രമായിട്ട് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. പിന്നെ അകത്തെ ലൈറ്റും കാര്യങ്ങളും നമ്മൾ സ്മോക്കർ ഇട്ടിട്ടില്ല. പിന്നെ ഇൻസൈഡ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് ഓണാക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സ്മോക്കർ ഇടാത്തതിൻ്റെയാണ് ഈ വെട്ടം കറക്റ്റ് തെളിഞ്ഞ് കാണാത്തത്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ ലൈറ്റ് വെച്ചേക്കുന്നത് നല്ല പ്രകാശമുണ്ട്, ബാക്ക് വരെ അടിക്കുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്മോക്കർ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തേക്കല്ല അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കും വണ്ടിക്കകത്തിൽ. അപ്പോൾ ആൾക്കാർക്ക് കയറുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഈ ഒരു ബാർ ലൈറ്റാണ് നമ്മൾ ഇന്നലെ പിടിപ്പിച്ചത്. എല്ലാത്തിൻ്റെയും വീഡിയോ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്തിടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നാളത്തെ ഓട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ നെയിം ബോർഡ്. നമ്മൾ തന്നെത്താൻ ചെയ്തതാണ്. ഗ്ലാസ് കറക്റ്റ് വെട്ടം നിൽക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ അക്രലിക് ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അതിപ്പോൾ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിലോട്ടൂടെ വെട്ടം അടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.